മദ്ഹ് ഇങ്ങനെ പറയാം. മദ്ഹ് പറഞ്ഞ് എല്ലാ മദ്ഹും അവസാനിക്കുന്നത് സമർപ്പണത്തിലാണ്, പൂർണ്ണമായ സമർപ്പണം. ആ സമർപ്പണത്തിൽ പിന്നെ അവർ ചെയ്യുന്ന ഇസ്തിഗാസയാണ്. ആ ഇസ്തിഗാസ ഇല്ലാത്ത മൗലിദ് ഏതാ? നിങ്ങൾക്ക് എങ്ങനെ മൗലിദ് തൊടാൻ പറ്റും? ഇസ്തിഗാസ ചെയ്യുന്നത് ആരോടാണ്? മുസ്തഗാസായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളെ വിശ്വാസം എന്താ? റസൂലുള്ളാഹിക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യം വീട്ടിൽ തരാൻ കഴിയൂല എന്നാണ്. കേട്ടോളൂ. നിങ്ങൾ എങ്ങനെ മങ്കൂസ് തൊടാൻ പറ്റൂല നിങ്ങൾക്ക്. പറയട്ടെ വലിയ നെയൽവാദി. ഓ മുഹമ്മദ് നബിയേ, ഇന്നി ഖദ് തവജ്ജഹതു ബിക ഇലാ റബ്ബി ഫീ ഹാജതി ഹാദിഹി. എന്റെ ഈ ആവശ്യത്തിൽ ഞാൻ അങ്ങയെ മുൻനിർത്തി അല്ലാഹുവിനോട് പറഞ്ഞിട്ടുണ്ട് നബിയെ, ലിതഖദിയ ലി, അവിടുന്ന് ഈ വിഷയം നിറവേറ്റി തരാൻ അവിടുന്ന് ഇടപെടണമെന്നാ പറയുന്നത്. അങ്ങനെ അതാണ് ഇസ്തിഗാസ, ഇടപെടാൻ ആവശ്യപ്പെടുക. ലിതഖദിയ ലി, തങ്ങൾ നിർവഹിച്ചു തരാൻ എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയോ? ഇല്ല, നിർവഹിക്കേണ്ടവൻ അല്ലയാണ്. അപ്പൊ തങ്ങൾ നിർവഹിക്കണോന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഇപ്പൊ എന്നോട് ഒരാൾ പറഞ്ഞു, സാധേ ഞങ്ങൾക്ക് ഒരു പള്ളി ഉണ്ടാക്കി തരണോ, എന്നെ കൊണ്ട് പള്ളി ഉണ്ടാക്കി കൊടുക്കാനാവൂല. പിന്നെ അയാൾ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പള്ളി ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണം എന്നാണ്. അതിനാണ് നിങ്ങൾ പള്ളി ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞു. നമ്മൾ സാധാരണ പറയുന്നതാണത്. അതുപോലെയാണ് ഈ പറയുന്ന ഭാഷ. തങ്ങൾ വീട്ടിൽ തരാൻ, വീട്ടിൽ കൊടുക്കുന്നവർ അല്ലാഹു ആണ്. അത് വീട്ടിൽ തരാൻ തങ്ങൾ ഇടപെടണം എന്നാണ് അതിന്റെ അർത്ഥം. മങ്കൂസ് പോലെ താഴെ പച്ചയിൽ പറയാണല്ലോ, തങ്ങൾ എന്റെ ആവശ്യം നിറവേറ്റി തരാൻ. ഹദീസാണ്. അപ്പൊ ഇയാൾ പറയാ, തങ്ങൾക്ക് ആവശ്യം വീട്ടിൽ തരാൻ കഴിയോ? ഇല്ല, ഇടപെടൽ മാത്രം. എന്നാലോ മങ്കൂസ് മൗലിദിൽ നേർക്ക് നേരെ യാ സയ്യിദ സാദാതി ജിതുക ഖാസിദാ അർജു ഹിമാക ഫലാ തുഖയ്യിബ് മഖ്സുദി. സയ്യിദു സാദാത്തായ എല്ലാ സാദാത്യങ്ങളുടെയും സയ്യിദായ നേതാക്കന്മാരുടെ നേതാവായ നബിയെ, അങ്ങയുടെ സമീപത്ത് ഞാൻ വന്നിരിക്കുന്നു. അങ്ങയുടെ ആ കാവല് പ്രതീക്ഷിച്ചുകൊണ്ട് വന്നിരിക്കും. അങ്ങയുടെ ഹിമാക്ക, അങ്ങയുടെ കാവൽ. അതുകൊണ്ട് അങ്ങ് എന്നെ നിരാശനാക്കരുത് നബിയെ, അങ്ങേക്ക് തരാൻ കഴിയും നബിയെ. എന്നിട്ട് ഖദ് ഹല്ല ബീമാ ഖദ് അലിംത മിനൽ അദാ വൽളുൽമി വൽളുഅഫി ശദീദി ഫഅസ്ഇദി. എന്റെ ആവശ്യങ്ങൾ ഒരുപാടുണ്ട് നബിയെ, പ്രയാസങ്ങൾ പലതുണ്ട് നബിയെ. അത് എന്താന്ന് ഞാൻ പറയും കൂടി വേണ്ട, നിങ്ങൾക്ക് അറിയാന്നാണ്. എന്റെ ഇതിപ്പോ വെറുതെ പറഞ്ഞില്ലേ, കേൾക്കണം തന്നെയല്ല. വിളി വരുമ്പോ റസൂലിന് ഇതൊന്നും അറിയില്ല. അല്ല ഇങ്ങനെ നടപ്പിലാക്കി തരാ. അല്ലയാണ് എല്ലാം നടപ്പിലാക്കുന്നതിലൂടെ തർക്കല്ല. പക്ഷേ അത് ആരിലൂടെയാണ്? മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ നിയൽവാദികൾ ഇത് പാടും? അതിന്റെ അർത്ഥം ഖദ് ഹല്ല ബി, എനിക്ക് വന്നിട്ടുണ്ട് പ്രയാസം, പ്രതിസന്ധി. എന്താ അത്? മാ ഖദ് അലിംത, എന്താണ് എന്റെ പ്രയാസം എന്ന് അങ്ങേക്ക് അറിയാലോ നബിയേ. അങ്ങേക്ക് ഞാൻ പറഞ്ഞു തരണ്ടില്ലല്ലോ. അങ്ങേക്ക് എന്റെ എന്താ അറിയാത്തത്? ആ പ്രയാസങ്ങളൊക്കെ അങ്ങ് തീർത്തു തരണം. അങ്ങ് തീർത്തു തന്നാ ഞാൻ വിജയിച്ചു. കാരണം എന്റെ കയ്യിലൊരു അമലുമില്ല, ഒരു നിസ്കാരവുമില്ല,